ബയോക്ലീൻ ഫിറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ബേസ് പ്ലേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ബേസ് പ്ലേറ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൃത്യമായി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഓരോ ബിന്നുകളും അതിൻ്റെ ഫിറ്റിങ്ങുകളും അടുക്കി വെക്കുക. ഈ 3 ബിന്നുകൾ നോക്കുമ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് പ്ലേറ്റും ഏറ്റവും ടോപ്പിൽ വെക്കുന്ന ബ്ലൂ ഫിറ്റിങ്ങിലും മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. ബാക്കി 2 ഫിറ്റിങ്ങുകളും ഒരേപോലെ തന്നെ ഉള്ളതായിരിക്കും. ഏറ്റവും മുകളിൽ വെക്കുന്ന ഫിറ്റിങ്ങും ഏറ്റവും താഴെ വെക്കുന്ന ഫിറ്റിങ്ങും വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഫിറ്റിങ്ങുകൾ കയ്യിൽ ലഭിക്കുമ്പോൾ തന്നെ നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ 3 ബിന്നുകളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു സ്ട്രക്ചറിലായിരിക്കും ബയോക്ലീൻ്റെ ടോട്ടൽ സിസ്റ്റം ഉണ്ടാകുക. അതിനുശേഷം ഇതിൻ്റെ ഇനോക്കുലം സോക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം 900 ഗ്രാമിൻ്റെ ഒരു ഇനോക്കുലം എടുക്കുക. അപ്പോൾ ഈ ഇനോക്കുലത്തിനെ പരമാവധി ഒരു പാത്രത്തിൽ ഹൊറിസോണ്ടലായി തന്നെ പ്ലേസ് ചെയ്യുക. ഈ 900 ഗ്രാമിൻ്റെ ബ്രിക്കറ്റ് നമുക്ക് സോക്ക് ചെയ്ത് പൗഡറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ലിറ്റർ വെള്ളത്തോളമാണ് വേണ്ടി വരിക. അപ്പോൾ ബയോക്ലീൻ്റെ ബ്രിക്ക് ഒരു ബക്കറ്റിലോ പാത്രത്തിലോ വെർട്ടിക്കലായി പ്ലേസ് ചെയ്തതിന് ശേഷം ആദ്യം അതിനകത്തേക്ക് ആദ്യത്തെ 1 ലിറ്റർ വെള്ളം ഒഴിക്കുക. 1 ലിറ്റർ വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇത് അത്യാവശ്യം വെള്ളം അബ്സോർബ് ചെയ്ത് പൊടിയായി മാറിയിട്ടുണ്ടാവും. 1 മണിക്കൂറിന് ശേഷം വീണ്ടും 1 ലിറ്റർ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ബ്രിക്കറ്റിലേക്ക് മുഴുവൻ 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്ത് പൊടിയായി മാറിയതിന് ശേഷം നമ്മളുടെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പൗഡറായ ഇനോക്കുലം കയ്യിലെടുത്ത് ശക്തമായി പിഴിഞ്ഞു നോക്കുമ്പോൾ 1 to 2 ഡ്രോപ്പ് വാട്ടറാണ് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഇനോക്കുലം സോക്ക് ചെയ്തത് വളരെ കൃത്യമായിട്ടാണ് എന്നാണ്. ഇനി അതല്ല, കൂടുതൽ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് അതിനകത്ത് വെള്ളം ചേർത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഷെയ്ഡിൽ വെച്ച് ഉണക്കി നമുക്ക് ഇത് കൃത്യമായ പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം കമ്പോസ്റ്റിംഗ് ആരംഭിക്കുമ്പോൾ 3 ബിന്നുകളിലും ഏറ്റവും അടിഭാഗത്ത് 1 ഇഞ്ച് കനത്തിൽ ഇനോക്കുലം വിതറി കൊടുക്കുക എന്നത് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും മുകളിലത്തെ ബിന്നിലാണ് നമ്മൾ കമ്പോസ്റ്റ് തുടങ്ങുന്നതെങ്കിലും ഏറ്റവും താഴത്തെ ബിന്നിലും നടുക്കത്തെ ബിന്നിലും ഏറ്റവും മുകളിലത്തെ ബിന്നിലും 1 ഇഞ്ച് കനത്തിൽ ഇനോക്കുലം നമ്മൾ വിതറി കൊടുക്കുക. ഇത് ഏതെങ്കിലും തരത്തിൽ മുകളിലത്തെ ബിന്നിൽ നിന്നും വെള്ളം താഴേക്ക് വരികയോ എന്തെങ്കിലും ഡ്രോപ്സ് താഴേക്ക് വരികയോ ചെയ്താൽ അതിനെ അബ്സോർബ് ചെയ്യുന്നതിനും അങ്ങനെ പുറത്തേക്ക് മണമോ ഈച്ചയോ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3 ബിന്നിൻ്റെയും അടിയിൽ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ബിന്നിൽ കമ്പോസ്റ്റിംഗ് ആരംഭിക്കുന്നതിനായിട്ട് നമുക്കുള്ള വേസ്റ്റുകൾ അതിനകത്തേക്ക് വെതറി ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി 1 കിലോ വേസ്റ്റ് വരെയാണ് ഒരു ലെയറായിട്ട് നമുക്ക് ഇടാവുന്നത്. അതിൽ വലിയ പച്ചക്കറികൾ അല്ലെങ്കിൽ വാഴയില പോലുള്ള സാധനങ്ങൾ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ എയർ സർക്കുലേഷൻ ബ്ലോക്ക് ആകാത്ത രീതിയിൽ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. മീൻ, ഇറച്ചി അങ്ങനെയുള്ള എന്ത് വസ്തുക്കൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഒരിക്കലും വെള്ളം ഇല്ലാതെ, അതായത് ഇപ്പോൾ നമ്മൾ ചോറിടുകയാണെങ്കിൽ ആ ചോറിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം പരമാവധി ഡ്രൈ ആക്കി ഇതിനകത്തേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ വേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വേസ്റ്റ് പുറത്ത് കാണാത്ത രീതിയിൽ 1 ഇഞ്ച് കനത്തിൽ ഇനോക്കുലം വിതറി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴൊക്കെ വേസ്റ്റ് ഇടുന്നു അപ്പോഴൊക്കെ ഇനോക്കുലം കൊണ്ട് ഇതിനെ കവർ ചെയ്യുക. ഇനി ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വെള്ളം കൂടുതലുള്ള തണ്ണിമത്തനോ പഴങ്ങളോ പോലുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇടുകയാണെങ്കിൽ കൂടുതൽ ഇനോക്കുലം ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ കൂടുതൽ ഇനോക്കുലം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പുഴു വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഒരു നനവ് മെയിൻറ്റെയിൻ ആകാത്ത രീതിയിൽ വേണം നമ്മൾ ഇനോക്കുലം കൊടുക്കാൻ. ഇനി ഒരുപാട് നനവുള്ള സാധനങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിനകത്തുള്ള കമ്പോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഏതെങ്കിലും ലെയറിൽ കൂടുതൽ വെള്ളം നനവുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളിലേക്കും കൂടെ സ്പ്രെഡായി ആ നനവ് ഈക്വൽ ആകാൻ വേണ്ടി ഇത് സഹായിക്കും. അങ്ങനെ ഇളക്കി കൊടുക്കുന്നതിന് ശേഷം വീണ്ടും നമുക്ക് അതിന് മുകളിലേക്ക് ഇനോക്കുലം വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചയോ പുഴുവോ വരാതിരിക്കും. പരമാവധി വെള്ളം കുറവുള്ള ഡ്രൈ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിലത്തെ ബിൻ കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ ബിന്ന് ഏറ്റവും താഴേക്ക് മാറ്റി വെക്കുകയും രണ്ടാമത്തെ ബിന്നിൽ കമ്പോസ്റ്റിംഗ് നമുക്ക് തുടരുകയും ചെയ്യാം.
നമ്മൾ കമ്പോസ്റ്റിംഗ് ചെയ്ത് ഏകദേശം ഒരു 21 മുതൽ 30 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ കമ്പോസ്റ്റ് നമുക്ക് റെഡി ആയിരിക്കും. അപ്പോൾ ഈ കമ്പോസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ എല്ല് അല്ലെങ്കിൽ മുട്ടത്തോട് അങ്ങനത്തുള്ള എന്തെങ്കിലും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ആ എല്ലൊക്കെ സോഫ്റ്റായി തുടങ്ങും, പക്ഷേ പൂർണ്ണമായിട്ടും കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത കമ്പോസ്റ്റർ ബിന്നിലേക്ക് ഇങ്ങനെ കമ്പോസ്റ്റ് ആകാതെ കിടക്കുന്ന എല്ലോ മുട്ടത്തോടോ ഉണ്ടെങ്കിൽ അടുത്ത കമ്പോസ്റ്റർ ബിന്നിലേക്ക് അത് ഇട്ട് കൊടുത്ത് ഇനോക്കുലം കൊണ്ട് കവർ ചെയ്താൽ മറ്റൊരു സൈക്കിൾ കഴിയുമ്പോഴേക്കും അതും പൂർണ്ണമായിട്ടും പൗഡറായിട്ട് മാറിയിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന വളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് വീണ്ടും നമ്മൾ ഇനോക്കുലമായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്ന് ലഭിക്കുന്ന കമ്പോസ്റ്റിനെ നമ്മൾ ഉണക്കി സൂക്ഷിച്ചതിന് ശേഷം പുതിയതായി ഒരു ബ്രിക്ക് നമ്മൾ ഇനോക്കുലം സോക്ക് ചെയ്ത് പൗഡറാക്കി എടുക്കുക. ഒരു പിടി പൗഡറാണ് ഇനോക്കുലം പൗഡറാണ് നമ്മൾ ഇടുന്നതെങ്കിൽ 2 പിടി കമ്പോസ്റ്റും കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പുതിയ ഇനോക്കുലവും കമ്പോസ്റ്റും മിക്സ് ചെയ്ത് നമുക്ക് പുതിയ ഇനോക്കുലം വാങ്ങുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് കമ്പോസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും.